ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. 40 കവുങ്ങിൻ തൈകളാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ 40 കവുങ്ങിൻ തൈകൾ 4 സെൻറ്റ് ഭൂമിയിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാൻ നോക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയെന്നുള്ള കാര്യത്തേക്ക് കൂടുതലായിട്ട് പോകാം. അപ്പോൾ ഇതാ നമുക്ക് ഏകദേശമൊക്കെ കുഴി വെട്ടി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കവുങ്ങ് കൃഷിക്ക് ഇതാ ഇത്ര അകലമാണ് കേട്ടോ വേണ്ടത്. ഇത്ര അകലം മതി, ഒത്തിരി അകലമൊന്നും വിടണ്ട. ഇത്ര അകലത്തിലാണ് നമ്മൾ കവുങ്ങ് കൃഷി ചെയ്യാറ്. അപ്പോൾ ഇതാ നമുക്ക് കവുങ്ങിൻ തൈകൾ നടാൻ വേണ്ടിയിട്ട് നമുക്കിതാ കുഴി വെട്ടാണ്. നമ്മളെ സ്വന്തം അണ്ണനാണ്, അണ്ണൻ നമുക്ക് വേണ്ടി കുഴി വെട്ടി തരികയാണ്. അപ്പോൾ നമ്മളെ കുഴികളൊക്കെ റെഡി ആയിട്ടുണ്ട് കവുങ്ങിൻ തൈകൾ നടാനുള്ള. അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നല്ല തമാശ ഉണ്ട് കേട്ടോ. ആള് ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ട് നമുക്ക് ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് തരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അല്ല വീഡിയോന്, നിങ്ങൾ പോന്നോളി, ഞാൻ വീഡിയോ എടുത്തോളാന്ന് പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത് കേട്ടോ. ആളെ പേര് സെൽവം എന്നാണ്. പറമ്പിൽ എന്ത് പണി ഉണ്ടെങ്കിലും നമ്മളപ്പോൾ സെൽവൻ അണ്ണനെയാണ് നമ്മൾ വിളിക്കൽ. ആൾ നല്ല ഉഷാറാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതായിട്ട് പറമ്പിലേക്ക് പോകാം. എല്ലും പൊടിയും മലപ്പൊടിയും അപ്പോൾ തൈകൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വളം റെഡിയാക്കുകയാണ്. അപ്പോൾ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ചാക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 കിലോൻ്റെ എല്ല് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലും പൊടിയും വളപ്പൊടിയും ഒന്നിച്ചിട്ട് ചേർത്തിട്ട് അതിന് കുഴിയിൽ ഇട്ടിട്ട് പിന്നെ നല്ലപോലെ മണ്ണ് ഇട്ടിട്ട് അത് മൂടാനും. അത് വെച്ച് വേണം. ഞണമൊന്നുമില്ല, എന്നാലും ഇങ്ങനത്തെ വളമാണ് വേണ്ടിയത്. പൊടി പാറിന വളം. അപ്പൊ ഇതിനെക്കാട്ടുള്ള വളം ഉണ്ടാ ഏത് രാജ്യത്തിലും എങ്ങനത്തെ വളം കിട്ടുന്നത്? ഇത് കുറച്ച് ഒരു പാകത്തില് ഒരു 1/4 കിലോ വിചാരിച്ചിട്ട് കുഴി കണ്ടുവിടുക, ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലുപൊടി ചേർക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ എടുത്ത് വെച്ച ഈ വളപ്പൊടിക്ക് 5 കിലോൻ്റെ പാക്കാണ്, അത് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ 40 കവുങ്ങിൻ തൈകളാണല്ലോ നമ്മളെ കയ്യിലുള്ളത്. അത് 2 തരത്തിലുള്ളതാണ്. ഇന്റർമംഗള എന്ന് പറഞ്ഞിട്ടുള്ള 20 തൈകളാണ് നമ്മളെടുത്തുള്ളത്. അതുപോലെ മോഹിനി നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരിൽ 20 തൈകൾ. അങ്ങനെ ടോട്ടൽ 40 തൈകളാണ് നമ്മളെ കയ്യിലുള്ളത്. അതിപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കാൻ ഒരു പീസിന് 30 രൂപ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 40 തൈയിനും കൂടി 1200 രൂപയാണ് വന്നിട്ടുള്ളത്. ഈ 2 ഇനങ്ങളും 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ്. നാട്ടുഭാഷ പ്രകാരം കുള്ളൻ തൈകൾ എന്നാണ് പറയപ്പെടുന്നത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴിയിലോട്ട് കൊണ്ടുപോവാം. അങ്ങോട്ട് പോവാ. ഇവിടെ മേലെ നിന്നാൽ മതി. ഇറങ്ങി ക്ലിയർ ആയിട്ട് ശരിയാണോ? അപ്പോൾ ഇതാ ഇവിടെ ആദ്യത്തെ തൈയാണ് വെക്കുന്നത്, കവുങ്ങിൻ തൈ. അപ്പോൾ ആദ്യം കുറച്ച് വളപ്പൊടി ഇട്ടിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തൈ വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ തൈ വെക്കണം. ആദ്യത്തെ ഈ തൈ ഉമ്മേനെ വെക്കുന്നത്. ഇതെൻ്റെ മോനാണ്.
ആക്കും എന്തേലും പണി വേണമെന്ന് പറഞ്ഞിട്ട് ചമ്മല് വാരിയിട്ട് തെയ്യങ്ങൾക്കൊക്കെ വെച്ച് തെയ്യക്കൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് ആള്. അങ്ങനെ നമ്മൾ തൈകളൊക്കെ നടൽ കഴിഞ്ഞിട്ട് നനച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു വൈകിട്ടൊരു 5:30 മണിയായി കാണും. നമ്മൾ വെയിലൊക്കെ പോയതിന് ശേഷം നനക്കാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഒരു 5:30 മണി സമയത്താണ് ഇപ്പോൾ നമ്മൾ നനക്കുന്നത്. ഓരോ തൈകളും നമ്മളിത് തൈ വെച്ചതിന് ശേഷം രാവിലെയും വൈകിട്ടും കുറച്ച് ദിവസങ്ങളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നനച്ച് കൊടുക്കുക. പിന്നെ വൈകിട്ട് മാത്രം അല്ലെങ്കിൽ രാവിലെ മാത്രം ഒരു നേരം മാത്രം നനച്ച് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കവുങ്ങിൻ തൈകൾ കൂടാതെ തന്നെ ഇവിടെ അതിന് മുമ്പ് നമുക്കൊരു 8ഓളം ജാതിക്ക തൈകളും പിന്നെ ഒരു 7-8 തെങ്ങ് തൈകളും തെങ്ങും ഉണ്ട് ഇവിടെ. അപ്പം അതിനിടയിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.